സ്നേഹമുള്ളവരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച സഭയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സഭയുടെ പാരമ്പര്യത്തിൽ ഇന്ന് 3 തിരുനാളുകൾ അല്ലെങ്കിൽ 3 സംഭവങ്ങളാണ് പ്രത്യേകമായിട്ടും അനുസ്മരിക്കുക. Sunday after Easter, in our tradition, we commemorate mainly 3 events or 3 feasts. First, we celebrate it as a White Sunday, അല്ലെങ്കിൽ പുതു ഞായർ എന്ന പേരിൽ. It's a White Sunday. Secondly, today we commemorate the faith proclamation of Saint Thomas. തോമസ് ശ്ലീഹായുടെ വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനം. Thirdly, today we commemorate Divine Mercy Sunday. ഡിവൈൻ മേഴ്സിയുടെ ആ തിരുനാൾ ഇന്ന് നമ്മൾ ആചരിക്കുകയാണ്. 3 തരത്തിലാണ് ഈ ദിവസം നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും, why we call it as a White Sunday, അല്ലെങ്കിൽ പുതുഞായർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണോ എന്ന്. In our tradition, actually the sacrament of baptism was administered only on Holy Saturday. വലിയ ശനിയാഴ്ചയാണ് ബാപ്റ്റിസം അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നത്. The following 1 week was a formation period or an intensive training period for the newly baptized. പുതിയതായിട്ട് മാമോദീസ സ്വീകരിച്ചവർക്കുള്ള ഒരു ഇന്റൻസീവ് ട്രെയിനിങ്ങിന്റെ സമയമായിരുന്നു തുടർന്നു വരുന്ന ഒരാഴ്ചക്കാലം. Only the Sunday after the Easter, they were permitted to join with the other community in the Holy Mass. Usually they join the Holy Mass with white dress and lighted candle. ആ ഒരു ലൈറ്റ് തെളിച്ച തിരിയും വെളുത്ത ഡ്രസ്സും ഒക്കെ ആയിട്ട് ഇവര് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കമ്മ്യൂണിറ്റിയോടൊപ്പം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. അതുകൊണ്ടാണ് പുതു ഞായർ എന്ന പേരിൽ ഇതിനെ അറിയപ്പെട്ടിരുന്നത്, അല്ലെങ്കിൽ വൈറ്റ് സൺഡേ എന്ന പേരിൽ. ദ സൺഡേ ഓഫ് ദ ന്യൂലി ബാപ്റ്റൈസ്ഡ്, അതാണ് പുതു ഞായർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതുതായിട്ട് വിശ്വാസം സ്വീകരിച്ചവരുടെ ഞായർ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇതിനെ പുതു ഞായർ എന്ന പേരിൽ വിളിക്കുന്നത്. പ്രധാനമായിട്ടും ഇത് ഒരു വിശ്വാസ കൈമാറ്റത്തിനുള്ള ഒരു അവസരമായിരുന്നു. അതായത് പഴയ തലമുറയും പുതിയ തലമുറയും ഒരുമിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പഴയ തലമുറയുടെ വിശ്വാസം കണ്ട് പുതിയ തലമുറ വിശ്വാസത്തിൽ വളരുന്ന ഒരു അവസരമായിരുന്നു ഈ പുതുഞായർ. അതുകൊണ്ട് തന്നെ ഈ പുതുഞായറിനെ കുറിച്ച് പറയുക, ദ വൈറ്റ് സൺഡേ വാസ് ജനറലി നോൺ ആസ് എ സൺഡേ ഓഫ് ദ റിന്യൂവൽ. ഒരു നവീകരണത്തിന്റെ ഞായർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അഡൽട്ട് ബാപ്റ്റിസം ചൈൽഡ് ബാപ്റ്റിസത്തിന് വഴിമാറിയതോടെ ഹോളി സാറ്റർഡേയിൽ മാത്രം നടന്നിരുന്ന ഈ മാമോദീസ കർമ്മങ്ങൾ മറ്റു ദിവസങ്ങളിലേക്കൊക്കെ വഴിമാറിയതോടെ ഈ വൈറ്റ് സൺഡേയുടെ അല്ലെങ്കിൽ സൺഡേ ആഫ്റ്റർ ഈസ്റ്ററിന്റെ ഈ ഒരു പ്രാധാന്യം കുറഞ്ഞുപോയി എങ്കിലും ജനറലി ഇറ്റ് ഈസ് നോൺ ആസ് ദ വൈറ്റ് സൺഡേ ഓർ ദ സൺഡേ ഓഫ് ദ റിന്യൂവൽ എന്ന പേരിലാണ് നമ്മൾ ഇത് അറിയപ്പെടുന്നത്. ഇതൊരു പുതു ഞായർ എന്ന് പറയാനുള്ള കാരണം അതാണ്. പുതുതായി ബാപ്റ്റിസം സ്വീകരിച്ചവരുടെ ഞായർ എന്നുള്ള അർത്ഥത്തില്, അതുപോലെ തന്നെ വിശ്വാസം ഒരു തലമുറ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നവരുടെ ദിവസം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് വൈറ്റ് സൺഡേ അല്ലെങ്കിൽ പുതു ഞായർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ദിവസം നമുക്കേറെ പ്രധാനപ്പെട്ടതാണ്. ദ സൺഡേ ടുഡേ വി commemorate as the faith proclamation of Saint Thomas, our father in faith. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ന് തിരുനാൾ ആചരിക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചിരുന്നത് തന്നെ. തോമസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ദിവസമാണിന്ന്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അതാണ് കേട്ടത്. ഈ ദിവസം തന്നെ ആചരിക്കാനുള്ള കാരണവും ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് ഈസ്റ്റർ ദിവസം തന്നെ ഈശോ വൈകുന്നേരത്ത് മറ്റു ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെടുകയാണ്. മറ്റു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടവർക്ക് സമാധാനം ആശംസിച്ച് അവരെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച്, ഭൂമിയിൽ ആരുടെയെങ്കിലും പാപങ്ങൾ നിങ്ങൾ മോചിച്ചാൽ അവ മോചിക്കപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രേക്ഷിത ദൗത്യം ഏൽപ്പിക്കുകയാണ് ഈസ്റ്റർ ദിനത്തില്. എന്നാൽ തോമസ് ശ്ലീഹ അവരുടെ കൂട്ടത്തിലില്ലായിരുന്നു. തോമസ് ശ്ലീഹ തിരികെ വരുമ്പോൾ ഈ ശിഷ്യന്മാരെ ഏൽപ്പിച്ച പ്രേക്ഷിത ദൗത്യത്തെ കുറിച്ചൊക്കെ കേട്ടിട്ട് തോമസ് ശ്ലീഹ പറയുകയാണ്, എനിക്ക് അവനെ നേരിട്ട് കാണുകയും ഈശോയുടെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ അതാണ് കേട്ടത്. അവിടെയാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ ഫെയ്ത്ത് പ്രൊക്ലമേഷൻ വരുന്നത്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഇൻ ദ ഹോളി ഗോസ്പൽ. ഹോളി ഗോസ്പലിലെ ഏറ്റവും വലിയ പ്രൊക്ലമേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് എമരിറ്റസ് പാപ്പയായിരിക്കുന്ന പോപ്പ് ബെനഡിക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, it was not only a faith proclamation of Saint Thomas, but also it was the faith confirmation of all other apostles. തോമസ് ശ്ലീഹായുടെ ഒരു വിശ്വാസ പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, it was a faith confirmation of all other apostles.
മറ്റുള്ള എല്ലാവരുടെയും മറ്റ് സ്ലീഹന്മാരുടെയൊക്കെ വിശ്വാസത്തിന്റെ ഒരു ഫെയ്ത്തിന്റെ ഒരു കൺഫർമേഷൻ ആയിരുന്നു എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് നടക്കേണ്ടതും അതാണ്. ഈ ഒരു പുതുഞായർ ആചരിക്കുമ്പോൾ, തോമസ് സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നടക്കുമ്പോൾ, ഇന്ന് നമ്മളോട് സഭ ആവശ്യപ്പെടുന്നത് വിശ്വാസത്തിന്റെ ഒരു കൺഫർമേഷൻ, ഫെയ്ത്ത് കൺഫേം യുവർ ഫെയ്ത്ത് എന്നുള്ളതാണ്. തോമസ് സ്ലീഹായുടെ ഈശോ പറഞ്ഞ വാക്ക് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഡോണ്ട് ബി അൺബിലീവിംഗ് ബട്ട് ബിലീവ്. അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കുക. എന്നിട്ട് തോമസ് സ്ലീഹായോട് കൂട്ടിച്ചേർത്തത് ഇതാണ്. തോമസ് സ്ലീഹായോട് പറഞ്ഞു, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് നോട്ട് സീൻ ആൻഡ് ഹാവ് ബിലീവ്. ഹു ഹാവ് നോട്ട് സീൻ ബട്ട് ദേ ഹാവ് ബിലീവ്. കാണാതെ വിശ്വസിച്ചവരാണ് കൂടുതൽ ഭാഗ്യവാന്മാരെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? അതുകൊണ്ടാണ് ആത്മീയ പിതാക്കന്മാർ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ ഈശോയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ തിരുവോസ്തി വൈദികനെടുത്ത് ഉയർത്തുമ്പോൾ തോമസ് സ്ലീഹ പറഞ്ഞതുപോലെ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, ഇത് നമുക്ക് പറയാനായിട്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് നമുക്ക് വിശ്വസിച്ച് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. തോമസ് സ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം ഇന്ന് അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമുക്ക് അതുപോലെ ഒരു വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. യഥാർത്ഥത്തില് തോമസ് സ്ലീഹ അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് ഒരു പേഴ്സണൽ ഫെയ്ത്ത് റിലേഷൻഷിപ്പ് അത് ഉണ്ടാകാനായിട്ടാണ്. ഈശോയുമായിട്ട് എനിക്കൊരു വ്യക്തിപരമായ ഒരു വിശ്വാസ ബന്ധം ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു വിശ്വാസ അനുഭവം ഉണ്ടാകണം എന്നത് തോമസ് സ്ലീഹായുടെ ഈ ഒരു നിർബന്ധത്തിനാണ് ഈശോ വഴങ്ങിക്കൊടുക്കുന്നത്. ഈ തോമസ് സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മളോട് പറയുന്നത് ഇതാണ്. തോമസ് സ്ലീഹായ്ക്ക് ഉണ്ടായതുപോലെയുള്ള ഒരു പേഴ്സണൽ ഫെയ്ത്ത് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഫെയ്ത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്നുള്ളത്. തോമസ് സ്ലീഹായോട് പറഞ്ഞത് നമുക്ക് ഓർക്കാം, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം തോമസ് സ്ലീഹായ്ക്ക് കൊടുത്ത ആ ഒരു നിർദ്ദേശം. ഈ വിശ്വാസ പ്രഖ്യാപനം നിനക്ക് കാണാതെ, നീ എന്നെ കണ്ടതുകൊണ്ട് നീ വിശ്വാസം പ്രഖ്യാപിച്ചു, എന്നെ കാണാതെ നിനക്ക് ഇതുപോലെ വിശ്വാസം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കുചേരുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവോസ്തി വൈദികൻ കരങ്ങളിലെടുത്ത് ഉയർത്തുമ്പോൾ വിശ്വാസപൂർവ്വം നമുക്കും പറയാനായിട്ട് സാധിക്കണം, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറയാനായിട്ട് സാധിക്കുമ്പോൾ നമ്മളും ആ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ന് നമ്മുടെ സഭയിൽ പ്രധാനമായിട്ടും ആചരിക്കുന്നത് ഡിവൈൻ മെർസി സൺഡേ ആണ്. ആക്ച്വലി ഫ്രം 2000 onwards this Sunday was also celebrated as the Divine Mercy Sunday. 2000 മുതലാണ് ഈ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച സഭയിൽ ഡിവൈൻ മെർസി സൺഡേ ആയിട്ട് ആചരിക്കാനായിട്ട് സഭയിൽ തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡിവൈൻ മെർസി സൺഡേ ആചരണത്തിന് പിന്നിലുള്ള റീസൺ നമുക്കറിയാം. സെയിന്റ് ഫൗസ്റ്റീനയ്ക്കുണ്ടായ വിഷനാണ്. ഈശോയുടെ ആ ഒരു മെർസിയെ കുറിച്ചിട്ട്, ആ ഒരു ദൈവ കരുണയെ കുറിച്ചുണ്ടായ ആ ഒരു വിഷന്റെ അടിസ്ഥാനത്തിലാണ് 2000 മുതൽ റീസെന്റ് സെലിബ്രേഷൻ, അടുത്ത കാലത്തുണ്ടായ ഒരു സെലിബ്രേഷൻ ആണ്. ഇതൊരു പയസ് പ്രാക്ടീസ് ആണ് ഈ ഡിവൈൻ മെർസി സൺഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. ദൈവം കാരുണ്യവാനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. We all know our God is really merciful. ഈ ദൈവ കരുണ ഏറ്റവും അധികം ദൃശ്യമാകുന്നത് ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. തന്റെ ഏകപുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ദൈവം കരുണ കാണിച്ചു എന്ന് പറയുന്നത്. ഈ പുത്രന്റെ ഏറ്റവും വലിയ കരുണ എന്താണ്? പുത്രന്റെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത് ഹിസ് പാഷൻ ഡെത്ത്. അതാണ് ആ പുത്രന്റെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആ സഫറിങ്ങും പാഷ്യനും ഡെത്തും, അതാണ് പുത്രന്റെ ഏറ്റവും വലിയ കരുണ. പുത്രന്റെ കരുണ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് എവിടെയാണ്? പുത്രന്റെ കരുണ ഏറ്റവും കൂടുതൽ ദൃശ്യമാകുന്നത് അവിടുത്തെ മുറിവിൽ. അങ്ങനെയെങ്കിൽ ആ കരുണ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തി ആരാണ്? ഏറ്റവും കൂടുതൽ അനുഭവിച്ച തോമസ് സ്ലീഹ തന്നെ. ആ മുറിവിൽ സ്പർശിക്കുക വഴി, കാരണം മുറിവാണ് ആരിലും വിശ്വാസം ജനിപ്പിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മുറിവ് ഏറ്റത് എന്നുള്ളതാണ്. അതല്ലേ മാതാപിതാക്കളിൽ മക്കൾക്ക് വിശ്വാസം ജനിക്കുന്നത്? അങ്ങനെയാണ്. മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നത്, അവർ മുറിവേൽക്കുന്നത്, അവർ സഹിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ള ഒരു വിശ്വാസമാണ്. ഈ മുറിവാണ് വിശ്വാസം ജനിപ്പിക്കുന്നത്. ഈശോ മെർസിഫുൾ ആണോ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ഈശോയുടെ മുറിവാണ്. ആ മുറിവിൽ വിശ്വസിച്ച തോമസ് സ്ലീഹായാണ് യഥാർത്ഥത്തില് ആ ഈശോയുടെ കരുണ ഏറ്റവും അധികം അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദൈവം കരുണയുള്ളവനാണെന്നോ ഈശോ കാരുണ്യവാനാണെന്നോ കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. നമ്മളത് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഹൗ മെർസി ഓൺ us and on the whole world നമ്മൾ വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവ കരുണയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആശ്രയിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് എനിക്ക് എങ്ങനെ ഈ കരുണ അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ദൈവകരുണ
എന്റെ ജീവിതത്തിൽ എനിക്ക് എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കും? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനുള്ള കാര്യവും തന്നെ ഫൗസ്തീനായിട്ടുള്ള വിഷനിൽ ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫൗസ്തീനായിട്ടുള്ള വിഷനിൽ ദൈവം പറഞ്ഞു കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവ കരുണയുടെ ഉറവിടത്തിൽ നിന്ന് നീ കരുണ സ്വീകരിക്കേണ്ടത് നിന്റെ ശരണമാകുന്ന പാത്രം ഉപയോഗിച്ചാണ്. നിനക്ക് എന്തുമാത്രം ദൈവത്തിൽ ശരണപ്പെടാനായിട്ട് സാധിക്കുമോ അതിനനുസരിച്ച് ദൈവത്തിന്റെ കരുണ നിന്നിലേക്ക് വരുമെന്നുള്ളതാണ്. അതായത് ഫൗസ്തീനായോട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്: ദ ഗ്രേസസ് ഓഫ് മൈ mercy are drawn by means of one vessel only, and that is trust. Only by one vessel, my trust. ആ ഒരു ശരണം എന്നുള്ള പാത്രം ഉപയോഗിച്ചാണ് ദൈവത്തിന്റെ ആ ഒരു കരുണ ഇന്ന് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. The more a soul trusts, the more it will receive. കൂടുതൽ ശരണപ്പെടാനായിട്ട് സാധിച്ചാല് കൂടുതൽ ആ ഒരു കരുണ അനുഭവിക്കാനായിട്ട് സാധിക്കും. ദൈവം കാരുണ്യവാനാണെന്ന കാര്യത്തിൽ നമുക്കാർക്ക് സംശയമില്ല. നമ്മുടെ ഇന്നത്തെ ആവശ്യം എന്ന് പറയുന്നത് ഹൗ ഐ ക്യാൻ എക്സ്പീരിയൻസ് ദ റിയൽ mercy ഇൻ മൈ ലൈഫ്. ആ ഒരു റിയൽ mercy എന്റെ ജീവിതത്തിൽ എങ്ങനെ അനുഭവിക്കും? അതിന് ഫൗസ്തീനായ്ക്ക് പറഞ്ഞു കൊടുത്ത മാർഗം ഇതാണ്: ട്രസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ ആരെങ്കിലും ചോദിച്ചാല് ഡു യു ബിലീവ് ഇൻ ജീസസ് എന്ന് ചോദിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും പറയും യെസ് ഐ ബിലീവ്. വേണമെങ്കിൽ നമ്മൾ ഐ ബിലീവ് ഇൻ ഗാഡ് ദ ഫാദർ ഓൾമൈറ്റി ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് എല്ലാം നമ്മൾ ചൊല്ലിക്കേൾപ്പിക്കും. തിരിച്ചൊന്നുകൂടെ ചോദിച്ചാല് ആക്ച്വലി വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് ചോദിച്ചാല്, അല്ലെ വാട്ട് ഈസ് ട്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചാല്, ഓർ വെദർ ഡു യു ഹാവ് ദ റിയൽ ട്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉത്തരം കൊടുക്കുന്നത് ചാൾസ് ബ്ലോണ്ടൻ. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കും ചാൾസ് ബ്ലോണ്ടൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്. ചാൾസ് ബ്ലോണ്ടൻ നയാഗ്ര ഫാൾസ് പല പ്രാവശ്യം അതിന്റെ മുകളിലൂടെ അമേരിക്കയെയും കാനഡയെയും ബന്ധിപ്പിച്ച് നയാഗ്ര ഫാൾസിന്റെ മുകളിലെ ഒരു വടം കെട്ടി അതിന്റെ മുകളിലൂടെ അനേക പ്രാവശ്യം നടക്കുകയും അനേക പ്രാവശ്യം അതിലൂടെ നടന്ന് ഒരു വീൽ വാക്കർ ഉപയോഗിച്ച് അദ്ദേഹം അതിലൂടെ നടന്ന ഒരു വ്യക്തിയാണ് ഈ ചാൾസ് ബ്ലോണ്ടൻ എന്ന് പറയുന്ന വ്യക്തി. ചാൾസ് ബ്ലോണ്ടൻ 1859 നയാഗ്ര ഫോൾസിന്റെ മുകളിലൂടെ അമേരിക്കയെയും കാനഡയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഒരു വടം കെട്ടി അതിന്റെ മുകളിലൂടെ അദ്ദേഹം നടന്നു. അതിനുശേഷം അദ്ദേഹം ഒരു വീൽ വാക്കർ, ഈ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു വീൽ വാക്കർ അതിന്റെ മുകളിലൂടെ അദ്ദേഹം ഉരുട്ടി ആളുകളെ കാണിച്ചു. അതിനുശേഷം അദ്ദേഹം ആളുകളോട് ചോദിച്ചു, 1859 അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ വീൽ വാക്കറിൽ എനിക്കൊരു മനുഷ്യനെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം ചോദിച്ചത് ഇതാണ്: ഡു യു ബിലീവ് ഐ ക്യാൻ ക്യാരി എ പേഴ്സൺ അക്രോസ് ഇൻ വീൽ വാക്കർ? ഈ വീൽ വാക്കറിലൂടെ എനിക്കൊരു മനുഷ്യനെ മറുകരയ്ക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? ആളുകൾ പറഞ്ഞു യെസ് വി ബിലീവ്. അവർ ഒന്നിച്ചു പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്: ഹു വിൽ ഗെറ്റ് ഇൻ ദിസ് വീൽ വാക്കർ? ആര് ഈ വീൽ വാക്കറിൽ കയറിയിരിക്കും? അതിന് ഒരു വലിയ നിശബ്ദതയായിരുന്നു. ആരും അതിന് തയ്യാറായില്ല. ഈ വീൽ വാക്കറിലൂടെ ആളുകൾക്ക് അക്കരയ്ക്ക് പോകാമെന്നൊക്കെ അവർക്ക് വിശ്വാസമുണ്ട്, അവർ വിശ്വസിക്കുന്നുണ്ട്. അത്ര വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിൽ കയറി ഇരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആരും തയ്യാറാകുന്നില്ല. വിശ്വാസവും ശരണവും തമ്മിലുള്ള വ്യത്യാസമാണ്. വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും വിശ്വസിക്കും. We all believed in God Almighty, the creator of heaven and earth Almighty. ഇതൊക്കെ നമ്മൾ ഏറ്റുപറയും. Do you have the real trust in Him? Actually, what is trust? പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫെയ്ത്താണ്, വ്യക്തിപരമായ വിശ്വാസാനുഭവമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ജനറിക് ടേമാണ്, അത് ജനറലായിട്ട് നമുക്ക് പറയാം. ബട്ട് ഒരു പേഴ്സണൽ ഫെയ്ത്താണ്, വ്യക്തിപരമായ ഒരു ഫെയ്ത്താണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ് വി ക്യാൻ സേ ഇസ് കംപ്ലീറ്റ് സറണ്ടർ. പൂർണ്ണമായിട്ടുള്ള ഒരു കീഴടങ്ങലാണ്, സറണ്ടറാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഡു യു ഹാവ് ട്രസ്റ്റ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ കീഴടങ്ങാനായിട്ട് തയ്യാറാണോ എന്നുള്ളതാണ്. കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ അത് തോമസ് ലീഹായിൽ നമ്മൾ കാണുന്നതാണ്. തോമസ് ലീഹ പൂർണ്ണമായിട്ടും മുറിവ് കാണിച്ചപ്പോൾ ഈശോയുടെ മുമ്പിൽ കീഴടങ്ങിക്കൊണ്ടാണ് പറഞ്ഞത് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. അതാണ് പൂർണ്ണമായ കീഴടങ്ങൽ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അത് പൂർണ്ണമായിട്ടും ഉണ്ട്. നീ എന്റെ ദൈവമാണെന്നും നീ എല്ലാം അറിയുന്നു എന്നും ഒക്കെ പറയുന്ന പൂർണ്ണമായ ഒരു കീഴടങ്ങൽ. ഇത് കൂടുതൽ പിന്നീട് നമുക്ക് ദൃശ്യമാകുന്നത് പത്രോസ് ലീഹായിലാണ്. പത്രോസിനോട് ഈശോ ചോദിക്കുന്നുണ്ട്, ഡു യു ലവ് മീ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴൊക്കെ പത്രോസ് ലീഹ പറയുന്നത് യെസ് ഐ ലവ് യു. 3 പ്രാവശ്യം ചോദിക്കുമ്പോൾ 2 പ്രാവശ്യം ഡു യു ലവ് മീ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ലവ് യു എന്ന് പത്രോസ് ലീഹ പറയും. 3ാമത്തെ പ്രാവശ്യമാണ് പത്രോസ് ലീഹ പറയുന്നത് ലോർഡ് യു നോ എവരിതിങ്, യു നോ ദാറ്റ് ഐ ലവ് യു. അതൊരു കീഴടങ്ങൽ. യു നോ എവരിതിങ്, നിനക്കെല്ലാം അറിയാം,
തീർന്നില്ല. യു നോ ദാറ്റ് ഐ ലവ് യു. നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. ഈ ഒരു കീഴടങ്ങലാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ഈ ഒരു കീഴടങ്ങല്, ആർ വി റെഡി ടു ട്രസ്റ്റ് ഇൻ ഹിം, അത് വളരെ പ്രധാനം. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തിന്റെ എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും ദൈവമാണ് എല്ലാം പരിപാലിക്കുന്നതെന്നും. ഈ കൊറോണ വൈറസിന്റെ ഈ ഒരു വ്യാപന കാലം നമ്മളെല്ലാം വേദനയിലൂടെ കടന്നു പോകുക. നമുക്കെല്ലാം റിയൽ ഫെയ്ത്തും ഉണ്ട്, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുമുണ്ട്. ലോർഡ് മെർസി ഓൺ us ആൻഡ് ഓൺ ദ ഓൾ വേൾഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകണമെന്ന് പറയുന്നുണ്ട്. ആർ വി റെഡി ടു ട്രസ്റ്റ് ഇൻ ഹിം? നമ്മൾ ആ ചാൾസ് ബ്ലോണ്ടൻ പറഞ്ഞതുപോലെ വിശ്വാസത്തിനും അപ്പുറമുള്ള ഒരു ശരണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടോ? ഈ ഡിവൈൻ മേഴ്സി സൺഡേ ആചരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫൗസ്റ്റീനായോട് പറഞ്ഞത് ഇതാണ്: ദൈവത്തിന്റെ കരുണ നമുക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ശരണപ്പെടാനായിട്ട് തയ്യാറാകണം എന്നുള്ളത്. ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനുള്ള രണ്ടാമതൊരു കാരണമായിട്ട് ഫൗസ്റ്റീനായോട് പറഞ്ഞത് ഇതാണ്: ബി മെർസിഫുൾ ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് മെർസിഫുൾ. പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന്. നമ്മൾ കരുണയുള്ളവരാവുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ഇപ്രകാരം ചെല്ലുന്നുണ്ടല്ലോ: forgive us our sins as we forgive who sin against us. എന്നോട് തെറ്റ് ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റും ഞങ്ങളോട് ക്ഷമിക്കണം. ഈശോയും അത് തന്നെയാണ് പറഞ്ഞത്: be merciful just as your father is merciful. ഈശോ പിന്നീട് പറയുന്ന ഒരു കാര്യമുണ്ട്: with the measure you use it will be measured to you. with the measure, നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടും. നമ്മുടെ ദൈവത്തിന്റെ കരുണ ഉള്ളവരാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോടും കരുണ കാണിക്കണമെന്നുണ്ട്. കരുണ എന്ന് പറയുന്നത് ഇത് വെറും ഒരു ചാരിറ്റി വർക്ക്. ഇറ്റ് ഈസ് നോട്ട് എ ചാരിറ്റി വർക്ക് ഓർ ആസ്കിങ്. സഹായം കൊടുക്കുന്നതൊന്നുമല്ല കരുണ എന്ന് പറയുന്നത്. യഥാർത്ഥ കരുണയെ കുറിച്ച് പറയുന്നത് ഇതാണ്: കരുണ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കെയർ. ഒരു കെയറാണ്, ഒരു കൺസേൺ ആണ്. മറ്റുള്ളവരിൽ കാണിക്കുന്ന ശ്രദ്ധയും പരിഗണനയുമാണ് റിയലായിട്ടുള്ള ആ ഒരു മെർസി എന്ന് പറയുന്നത്. എ കെയർ ആൻഡ് കൺസേൺ, ശ്രദ്ധയും പരിഗണനയും മറ്റുള്ളവരോട് കാണിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മെർസിയുടെ അടയാളമായിട്ട് പറയുന്നത്. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ടുഡേ വി കൊമമറേറ്റ് ആസ് ദ വൈറ്റ് സൺഡേ, അല്ലെങ്കിൽ പുതുഞായറായിട്ട്. ഈ സൺഡേ നമ്മളോട് ആവശ്യപ്പെടുന്നത് റിന്യൂവൽ ഓഫ് അവർ ഫെയ്ത്ത്, ഫെയ്ത്തിന്റെ ഒരു റിന്യൂവലാണ്. ഇന്ന് നമ്മൾ തോമാസ് ശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം അനുസ്മരിക്കുകയാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇതാണ്: തോമാസ് ശ്ലീഹയോട് പറഞ്ഞതുപോലെ നമുക്കും വിശ്വസിക്കാനായിട്ട് സാധിക്കണം, കാണാതെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. തോമാസ് ശ്ലീഹയെ പോലെ ഏറ്റു പറയാനായിട്ട് സാധിക്കണം: എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. അതൊരു കീഴടങ്ങലാണ്, ഒരു സറണ്ടറാണ്. അതുപോലെ നമുക്ക് ഓർക്കാം, ഇന്ന് ഡിവൈൻ മെർസി സൺഡേ ആണ്. ദൈവം മെർസിഫുൾ ആണ്, ഈശോ മെർസിഫുൾ ആണ്, നമുക്ക് യാതൊരു സംശയവുമില്ല, ആർക്കും സംശയിക്കേണ്ടതുമില്ല. ഈ മെർസി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ മെർസിഫുൾ ആയിരിക്കണം. ഈ ചിന്തകളെല്ലാം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. വിശുദ്ധ കുർബാന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥിരം പ്രാർത്ഥനയുണ്ടല്ലോ: ഹൗ മെർസി ഓൺ us and on the whole world. ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്ന് വിശുദ്ധ കുർബാന മധ്യേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹൗ മെർസി ഓൺ us and on the whole world. അവിടെ കൊണ്ട് പ്രാർത്ഥന തീർക്കാതെ നമുക്ക് കൂട്ടിച്ചേർക്കാം: ലോർഡ് ഹെൽപ്പ് മീ ടു ട്രസ്റ്റ് ഇൻ യു. നിന്നിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണമേ. ലോർഡ് ഹെൽപ്പ് മീ ടു ബി മെർസിഫുൾ ടുവേഴ്സ് അതേഴ്സ്. മറ്റുള്ളവരോട് കരുണ കാണിക്കാനും എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം. എന്നോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ. അങ്ങിൽ ആശ്രയിക്കാൻ എന്നെ സഹായിക്കണേ. മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എന്നെ സഹായിക്കണേ. ഇതായിരിക്കട്ടെ ഈ ദിവസത്തെ നമ്മുടെ